ആമസോൺ ഉൽപ്പന്നങ്ങളുമായി റോബോട്ടുകൾ ഇനി വീട്ടിലും എത്തും. ഓൺലൈനായി ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുന്നവർക്ക് പാഴ്സലുകൾ എത്തിച്ചു നൽകുന്നതിൽ വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ആമസോൺ. ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉപയോഗിച്ചാണ് പാഴ്സലുകൾ എത്തിക്കുക. സാൻ ഫ്രാൻസിസ്കോയിലെ ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയ സംവിധാനത്തിൽ AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ആമസോൺ കമ്പനി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മനുഷ്യരൂപവും ചലനങ്ങളുമുള്ള ഈ റോബോട്ടുകൾ ഭാവിയിൽ ആമസോണിന്റെ ലാസ്റ്റ് മൈൽ ഡെലിവറി സംവിധാനത്തിന്റെ ഭാഗമാവുകയും പാഴ്സലുകൾ വീട്ടുവാതിൽക്കൽ എത്തിക്കുകയും ചെയ്തേക്കാം. ഈ റോബോട്ടുകളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ആമസോൺ ആണ് വികസിപ്പിച്ചത്. യന്ത്രങ്ങൾ മറ്റ് റോബോട്ടിക്സ് കമ്പനികളാണ് നൽകുന്നത്. ഹ്യൂമനോയിഡ് പാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഇൻഡോർ ടെസ്റ്റ് ഏരിയ, അതായത് പടികൾ, ഇടുങ്ങിയ വഴികൾ, വാതിലുകൾ എന്നിവ പുനഃസൃഷ്ടിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദൈനംദിന ഡെലിവറി സാഹചര്യങ്ങളിൽ റോബോട്ടുകൾക്ക് എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആമസോൺ 2020 മുതൽ വെയർഹൌസുകളിൽ ട്രാൻസ്ഫോമർ അടിസ്ഥാനമാക്കിയുള്ള AI മോഡലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഈ മോഡലുകൾ ആമസോണിന്റെ ഫുൾഫിൽമെന്റ് സെന്ററുകളിൽ നിലവിൽ ഉപയോഗിക്കുന്ന റോബോട്ടുകളെയും നിയന്ത്രിക്കുന്നുണ്ട്. അവ പരസ്പരം കൂട്ടിയിടിക്കാതെ നിയന്ത്രിക്കുക എന്നിവയടക്കമുള്ളവയാണ് ഇവ ചെയ്യുന്നത്. 2021-നും 2023-നും ഇടയിൽ അവരുടെ വെയർഹൌസുകളിലെ റോബോട്ടുകളുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. ഓട്ടോമേഷൻ വ്യാപകമാകുമ്പോൾ അത് മനുഷ്യരുടെ ജോലികൾ ഇല്ലാതാക്കിയേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ജനറേറ്റീവ് AI സിസ്റ്റങ്ങളുടെ ഊർജ്ജ ഉപഭോഗത്തെക്കുറിച്ചും ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. ഇവ ആമസോണിന്റെ പാരിസ്ഥിതിക ആഘാതം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു. എന്നിരുന്നാലും കൊമേഴ്സിന്റെ ഭാവിയുടെ താക്കോൽ സാങ്കേതിക വിദ്യയാണെന്ന് ആമസോൺ ഉറച്ചു വിശ്വസിക്കുന്നു. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഡെലിവറിയുടെ ഭാഗമാവുകയാണെങ്കിൽ ഓർഡറുകൾ എത്ര വേഗത്തിലും ഏത് രീതിയിലുമാണ് ലഭിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.